നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മധ്യപൂർവ്വ ദേശത്ത് മാസങ്ങളായി ലോകത്തെ ആശങ്കയിലാഴ്ത്തിയ ഇറാൻ അമേരിക്ക ഇസ്രയേൽ സംഘർഷം ഇപ്പോൾ പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. യുദ്ധം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. എന്നാൽ യുദ്ധത്തിന് പകരം നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും വലിയ വിവാദത്തിനും തുടക്കമായിരിക്കുകയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയെയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിനെയും വധിക്കാൻ ഇസ്രയേൽ പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലും വലിയ കാര്യം എന്തെന്നാൽ ഈ നീക്കം സമാധാന ചർച്ചകൾ തകർക്കുമെന്ന് ഭയന്ന അമേരിക്ക ഇടനില രാജ്യങ്ങളിലൂടെ ഇറാനെ രഹസ്യമായി മുന്നറിയിപ്പ് നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിന്റെ രഹസ്യ നീക്കം എന്നാണ് റിപ്പോർട്ട്. ഏപ്രിലിൽ ആരംഭിച്ച നിർണായകവും അതിസങ്കീർണവുമായ വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലാണ് ഇസ്രയേൽ ഈ നീക്കത്തിന് മുതിർന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റുമായി പാകിസ്ഥാനിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അരാക്ചിയും സംഘവും ടെഹ്റാനിലേക്ക് മടങ്ങുകയായിരുന്നു. ആക്രമണ ഭീഷണി ഉണ്ടായത് അപ്പോഴാണ്. യാത്രാമധ്യേ ഈ വിമാനത്തെ ലക്ഷ്യമിട്ട് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി റിപ്പോർട്ടുകൾ വന്നു. ഭീഷണിയെ തുടർന്ന് അരാക്ചി സഞ്ചരിച്ച വിമാനം പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ഇറാന്റെ മഷ്ഹദ് വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. തുടർന്ന് ഇവർ 8 മണിക്കൂറോളം റോഡ് മാർഗമാണ് ടെഹ്റാനിലേക്ക് യാത്ര ചെയ്തത്. ഇറാനിലെ ഈ 2 പ്രമുഖ നേതാക്കളും കൊല്ലപ്പെട്ടാൽ അത് സമാധാന ചർച്ചകളെ പൂർണ്ണമായും തകർക്കുമെന്നും യുദ്ധം കൂടുതൽ വഷളാകുമെന്നും വാഷിംഗ്ടൺ ഭയപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക നേരിട്ടല്ലാതെ മേഖലയിലെ മറ്റ് രാജ്യങ്ങൾ വഴി ഇറാന് അടിയന്തര സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്ക ഇതിനെ അതീവ ഗൗരവത്തോടെ തന്നെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ നേരിട്ടല്ലെങ്കിലും മിഡിൽ ഈസ്റ്റിലെ സൗഹൃദ രാജ്യങ്ങളിലൂടെ ഇറാനോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അത് സാധാരണ നയതന്ത്ര നടപടിയല്ല. ഇത്തരം മുന്നറിയിപ്പുകൾ നൽകുന്നത് വളരെ അപൂർവമാണ്. ഇത് അമേരിക്കയ്ക്ക് സ്ഥിതിഗതികൾ എത്രമാത്രം ഗുരുതരമായി തോന്നി എന്നതിന്റെ സൂചന ആയാണ് പല വിശകലനക്കാരും കണ്ടത്. ഇറാന്റെ നിലവിലെ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ 2 നേതാക്കളെയും ഇസ്രയേൽ തങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളായി കണ്ടിരുന്നതായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു. എന്നാൽ ഏപ്രിലിൽ ചർച്ചകൾ സജീവമായതോടെ ഇവരെ വധിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും എന്ന നിലപാടിലേക്ക് അമേരിക്ക എത്തിച്ചേരുകയായിരുന്നു. ഗാലിബാഫ് പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ വിമാനത്തെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന ഭയം ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനെ തുടർന്ന് വിമാനം വഴിമാറ്റി സുരക്ഷിതമായി ഇറക്കിയെന്നും പിന്നീട് കരമാർഗം ടെഹ്റാനിലേക്ക് കൊണ്ടുപോയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഈ വിവരങ്ങൾക്കൊന്നും സ്വതന്ത്ര സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. ഇസ്രയേൽ ഇതുവരെ ഈ റിപ്പോർട്ടുകളെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമോ നിഷേധമോ നടത്തിയിട്ടില്ല. ഇതേസമയം യുദ്ധകാലത്ത് ഇറാന്റെ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെ ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് എന്നത് പൊതുവെ അറിയപ്പെടുന്ന കാര്യമാണ്. ഇതിനിടെ ഇറാനും ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തി. വിദേശകാര്യമന്ത്രി അരാക്ചി ഇറാന്റെ നേതൃത്വത്തെയോ ജനങ്ങളെയോ ലക്ഷ്യമിട്ട് എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ ഉടൻ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾക്കും അദ്ദേഹം രൂക്ഷമായാണ് പ്രതികരിച്ചത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെയും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഇസ്രയേൽ വധിച്ചിരുന്നു. US രഹസ്യാന്വേഷണ വിവരങ്ങളുടെ കൂടി സഹായത്തോടെയായിരുന്നു അന്ന് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഇറാൻ നാവികസേനയെയും മിസൈൽ കേന്ദ്രങ്ങളെയും അമേരിക്ക ലക്ഷ്യമിട്ടപ്പോൾ ഇറാന്റെ നേതൃനിരയെ പാടെ ഇല്ലാതാക്കാനായിരുന്നു ഇസ്രയേൽ ശ്രമിച്ചത്. ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനിയും മുൻ വിദേശകാര്യമന്ത്രി കമൽ ഖരാസിയും കൊല്ലപ്പെട്ടിരുന്നു. ട്രംപ് ഭരണകൂടം കൂടുതൽ പ്രായോഗികവാദികളായി കണക്കാക്കുകയും ചർച്ചകൾക്ക് സാധ്യത കൽപ്പിക്കുകയും ചെയ്ത നേതാക്കളായിരുന്നു ഇവർ. അമേരിക്കയുമായി ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കെയാണ് ഇരുവരും ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ ചർച്ചകൾ തകരാതിരിക്കാൻ അമേരിക്ക ഇറാന് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാൻ തയ്യാറായത് എന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ ഈ വാർത്ത എന്തുകൊണ്ടാണ് ലോകത്തിന്റെ ശ്രദ്ധ നേടുന്നത്? കാരണം ഇത് വെറും ഇസ്രയേൽ ഇറാൻ പ്രശ്നമല്ല. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള സമീപന വ്യത്യാസവും ഈ റിപ്പോർട്ടിലൂടെ ചർച്ചയാകുകയാണ്. ഇസ്രയേൽ സൈനിക സമ്മർദ്ദം തുടരാൻ ആഗ്രഹിക്കുമ്പോൾ അമേരിക്ക ചില ഘട്ടങ്ങളിൽ നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഖത്തറിന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ പരോക്ഷ ചർച്ചകൾ തുടരുകയാണ്. ഇരു രാജ്യങ്ങളും നേരിട്ട് മുഖാമുഖം കണ്ടുമുട്ടുന്നില്ലെങ്കിലും
മധ്യസ്ഥരുടെ സഹായത്തോടെ നിരവധി വിഷയങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. എന്നിരുന്നാലും ഇതുവരെ അന്തിമ ധാരണയിൽ എത്തിയിട്ടില്ല. ഈ ചർച്ചകളിൽ പ്രധാനമായും 4 വിഷയങ്ങളാണ് ഉള്ളത്. ഒന്നാമത് ഇറാന്റെ ആണവ പദ്ധതി തന്നെ. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു. അതേസമയം സമാധാനപരമായ ആവശ്യങ്ങൾക്കായുള്ള ആണവ പദ്ധതികൾ തുടരാനുള്ള അവകാശം ഇറാൻ ഉന്നയിക്കുന്നു. രണ്ടാമത്തെ വിഷയം ഹോർമൂസ് കടലിടുക്ക്. ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഈ സമുദ്രമാർഗം തുറന്നു വയ്ക്കണമെന്ന് അമേരിക്കയും അന്താരാഷ്ട്ര സമൂഹവും ആവശ്യപ്പെടുന്നു. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. മൂന്നാമതായി ഇറാനെതിരായ സാമ്പത്തിക ഉപരോധങ്ങൾ. ചില നിയന്ത്രണങ്ങളിൽ ഇളവ് ലഭിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. മറുവശത്ത് സുരക്ഷാ ഉറപ്പുകൾ ലഭിച്ചാൽ മാത്രമേ ഇളവുകൾ നൽകൂ എന്ന നിലപാടിൽ അമേരിക്കയും. നാലാമതായി യുദ്ധവിരാമം സ്ഥിരമാക്കുക. അടുത്തിടെ ഇരുവിഭാഗങ്ങളും വീണ്ടും ആക്രമണങ്ങൾ ഒഴിവാക്കി ചർച്ചകൾ തുടരാൻ സമ്മതിക്കുന്നുണ്ട് എങ്കിലും ചെറിയ സംഭവങ്ങൾ പോലും വീണ്ടും സംഘർഷം രൂക്ഷമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഇസ്രയേലിന്റെ നിലപാടും ഇവിടെ നിർണായകമാണ്. ഇറാന്റെ സൈനിക ശേഷിയും ആണവ പദ്ധതിയും ശക്തമാകരുതെന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. ഇതേസമയം അമേരിക്ക നയതന്ത്രപരമായ പരിഹാരത്തിനും സുരക്ഷാ ആശങ്കകൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകാൻ ശ്രമിക്കുകയാണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം ചർച്ചകൾ തകരാതിരിക്കാൻ അമേരിക്ക കൂടുതൽ ജാഗ്രതയോടെയാണ് നീങ്ങുന്നത്. ഈ ചർച്ചകളുടെ ഫലം ലോക സമ്പദ് വ്യവസ്ഥയെയും സ്വാധീനിക്കും. സമാധാന പ്രതീക്ഷ ഉയർന്നതോടെ അന്താരാഷ്ട്ര എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. യുദ്ധഭീതി കുറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് ആശ്വാസമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം ഇറാനും US-ഉം ഖത്തറിലെ ദോഹയിൽ മധ്യസ്ഥർ മുഖാന്തരം നടത്തിയ അന്തിമ സമാധാന കരാർ ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതി ഉണ്ടെന്ന് പ്രധാന മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ പറഞ്ഞു. ജൂൺ 17 ഒപ്പിട്ട ധാരണാപത്രത്തിലെ 14 വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഖത്തർ പാക് പ്രതിനിധികളുമായി ബുധനാഴ്ച വെവ്വേറെ ചർച്ച നടത്തിയെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. നേരിട്ടല്ലാതെ ചർച്ചകൾ തുടരാൻ ഇരുകൂട്ടരും സമ്മതിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞാലേ അടുത്ത ഘട്ട ചർച്ചയുണ്ടാകൂ എന്നും അറിയിച്ചു. ടെഹ്റാനിലും ഖോമിലുമായി ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലാണ് കബറടക്ക ചടങ്ങുകൾ. കഴിഞ്ഞയാഴ്ച US-ഉം ഇറാനും ആക്രമണം പുനരാരംഭിച്ചതോടെ സമാധാന ശ്രമങ്ങൾ തുലാസിലായിരുന്നു. എന്നാൽ മധ്യസ്ഥർ ഇടപെട്ടതോടെ ആക്രമണം നിർത്താൻ ഇരുകൂട്ടരും സമ്മതിച്ചു. അതിനുശേഷം US-ഉമായി ഉടനെയൊന്നും നേരിട്ടുള്ള ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ. ഖത്തറിലുള്ള ഇറാന്റെ ആസ്തികളിൽ $600 കോടി ഉടനടി വിട്ടുകിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചും ചർച്ച നടന്നു. തങ്ങളുടെ വിദേശത്തെ മരവിപ്പിച്ച ആസ്തികൾ പുറത്തുവിടുക എന്നത് അന്തിമ കരാറിനുള്ള ഇറാന്റെ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഇറാനെ ആണവമായി നിരായുധീകരിക്കാനുള്ള ശ്രമങ്ങൾ ഫലപ്രദമായി നടക്കുന്നുണ്ടെന്ന് ഖത്തർ സമ്മാനിച്ച പുതിയ എയർഫോഴ്സ് 1 വിമാനത്തിലിരുന്ന് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ലെന്ന ഉറപ്പ് കിട്ടിയതോടെ ഓഹരി വിപണികളിൽ റെക്കോർഡ് നേട്ടമാണെന്നും അവകാശപ്പെട്ടു. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഖമേനിയെ വധിച്ചതിനുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനായി അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ രാജ്യത്തെ ജനങ്ങളോട് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖേർ ഖാലിബാഫ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇറാനും ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇടയിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനിടെയാണ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി വധിക്കപ്പെടേണ്ടവരുടെ പട്ടികയിൽ ഉണ്ടെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യദ് അബ്ബാസ് അരാഗ്ചി രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ നേതൃത്വത്തിനെതിരെയുള്ള ഏത് ഭീഷണിയും ഉടനടിയുള്ള പ്രതികരണത്തിന് കാരണമാകും എന്നാണ് അരാഗ്ചിയുടെ മുന്നറിയിപ്പ്. ഫെബ്രുവരി 28-ന് US ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിലാണ് പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. നാളെ ജൂലൈ 4-ന് ഖമേനി കൊല്ലപ്പെട്ടിട്ട് 126 ദിവസം പൂർത്തിയാകുമ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വലിയ പൊതുസംസ്കാര ചടങ്ങുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകളെ തുടർന്നാണ് സംസ്കാരം ഇത്രയും ദിവസം നീട്ടിവെച്ചത്. ഇസ്രയേൽ US ആക്രമണങ്ങളുടെ ഭീഷണിയും ബഹുജന ഒത്തുചേരലുകളിൽ സംഘർഷ സാധ്യതയുമാണ് തീരുമാനം വൈകാൻ പ്രധാന കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ. 1989-ൽ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള റൂഹുല്ല മുസവി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അന്ന് ചടങ്ങിനിടെ ആൾക്കൂട്ട നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സംഘർഷ സാഹചര്യവും രൂപപ്പെട്ടിരുന്നു. ഇത്തവണ അത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇറാൻ ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനിലെ പതിവ് സംസ്കാര രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും കാലം ചടങ്ങുകൾ നീട്ടിവെച്ചതും ശ്രദ്ധേയമാണ്. ഇതേസമയം ജൂലൈ 4 അമേരിക്കയ്ക്കും ചരിത്രപ്രധാനമായ ഒരു ദിവസമാണ്.
1776 ജൂലൈ 4 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിൻ്റെ 250-ാം വാർഷികമാണ് ഇത്തവണ US സെമി ക്വിൻസെന്റേനിയൽ എന്ന പേരിൽ ആചരിക്കുന്നത്. അതേ ദിവസം തന്നെ ഖമനേയുടെ സംസ്കാര ചടങ്ങ് നടത്താനുള്ള തീരുമാനം രാഷ്ട്രീയ സന്ദേശം കൂടി ഉൾക്കൊള്ളുന്നതാകാം എന്ന വിലയിരുത്തലുകളും ഉയരുന്നു. ചടങ്ങിൽ ഖമനേയുടെ മകനും ഇറാന്റെ നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനേയി പങ്കെടുക്കുമോ എന്നതാണ് രാജ്യാന്തര സമൂഹത്തിന്റെ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മുജ്തബ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടേയില്ല. പ്രസ്താവനകളിലൂടെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അഭാവം ആരോഗ്യനിലയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഫെബ്രുവരി 28 ആക്രമണത്തിൽ മുജ്തബയ്ക്കും പരിക്കേറ്റതായി ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക വ്യക്തതയൊന്നും പറഞ്ഞിട്ടില്ല. ഇതോടെ സംസ്കാര ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്ന ചോദ്യം ശക്തമായിട്ടുണ്ട്. ഇപ്പോഴും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുവെന്ന് പറയാൻ കഴിയില്ല. ഒരു ചെറിയ ആക്രമണമോ തെറ്റിദ്ധാരണയോ ഉണ്ടായാൽ വീണ്ടും സ്ഥിതി വഷളാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഏതാനും ആഴ്ചകൾ നിർണായകമായിരിക്കും. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ഈ ചർച്ചകൾ സ്ഥിരമായ സമാധാനത്തിലേക്ക് നയിക്കുമോ അതോ വീണ്ടും യുദ്ധത്തിലേക്കോ? അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ഓരോ ചർച്ചയും ലോക രാഷ്ട്രീയത്തെയും എണ്ണവിലയെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് സ്വാധീനിച്ചിരിക്കും. മലയാളി വാർത്ത ഇൻസൈഡ്.